ഹലോ ഗൈസ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ചൂണ്ടിടാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയൊരു പണ്ടത്തെ ഒരു വടിമ ചൂണ്ടയുടെ ഈ ടൈഗീസൊക്കെ കെട്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുളത്തുണ്ടെന്നാണ് എനിക്ക് തോന്നണം. ഗൈസ് ഇവിടെ കുളത്ത് തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഒന്ന് ചൂണ്ടിയിട്ട് നോക്കാം. ഞാൻ മറ്റേ വലിയ ഈ കറക്കണ ആ ചൂണ്ട സംഭവം എടുത്തിട്ടില്ല. അപ്പം ഇത് വെച്ച് നമുക്കൊന്ന് പിടിച്ചു നോക്കാം. എനിക്ക് ചെറിയൊരു ചുമയുണ്ട്. അപ്പം നമുക്ക് ഇപ്പം എവിടെ ചൂണ്ടിയിട്ട് നോക്കാം. ഗൈസ് ഇവിടെ ഫുള്ള് ഈ പായലും ചണ്ടി സംഭവങ്ങളാണ്. ഇതിനെത്തിട്ട ഇടാനായിട്ട് വെള്ളത്തിൽ താഴോന്ന് കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്തിട്ട് നോക്കാം. പിടിക്കാനായിട്ട് എൻ്റെ ഒരു സംഭവം ഈ ഗോതമ്പ് പൊടിയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചൊന്ന് ഇട്ട് നോക്കാം പതിയെ. അപ്പോൾ ഗൈസ് നമ്മുടെ ചൂണ്ടൊക്കെ ഇത് അവിടെ വെച്ചിട്ട് പൂത്ത് വെള്ള കളറിലിരിക്കുന്നതാണ്. ഈ പൂത്തിരിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ നിവർത്തി കെട്ടൊക്കെ നമുക്കൊന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ചെസ്റ്റ് മൗണ്ട് ഉണ്ടായി, അത് ഞാനിപ്പോൾ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാനിപ്പോൾ പോക്കറ്റിലാണ് ക്യാമറ വെച്ചാണ്, അതുകൊണ്ട് കറക്റ്റ് കിട്ടണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതായാലും നമുക്ക് ഈ കെട്ടൊന്ന് അഴിച്ചിട്ട് ഇത് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും മതിയായിരിക്കും നീട്ടം. പിന്നെ ഇതിൻ്റെ കോലിൽ നീട്ടം ഉണ്ടല്ലോ, ഇതിൽ നിന്നൊരു ചെറിയ കഷ്ണം നമുക്ക് ഇതുപോലെ എടുത്തിട്ട് വെച്ച് നോക്കാം. ഇത്രയും വെച്ചാൽ മതിയാവും. ബാക്കി പുകലിട്ടിട്ട് നമുക്ക് വെച്ചിട്ട് നോക്കാം. ഇത് ഇത്ര ഉള്ളൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. മീൻ ഇതിനകത്ത് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം. നമ്മൾ വെയിറ്റ് ഒന്നും ഇട്ട് കൊടുക്കണില്ല, താഴാൻ വേണ്ടി. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഏതെങ്കിലും വല്ല വിടവുള്ള ഇതിനകത്ത് കൂടെ നോക്കി നമുക്ക് ഇതിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു ഇലയുടെ ഒരു ഹോളുണ്ട്. അല്ലെ നമുക്ക് ഈ കോലുകൊണ്ട് കുറച്ച് ചണ്ടി നീക്കി കൊടുക്കാം, അല്ലാണ്ട് സ്ഥലം കിട്ടില്ല. ഓക്കെ, ഇവിടെ ഒരു ഹോളുണ്ട്, അതിനിട്ട് കൊടുക്കാം. ഗൈസ് ഇട്ട വഴി നമ്മുടെ ഈ സംഭവം ഒരെണ്ണം കയറി കടിച്ചു, പക്ഷേ അപ്പം തന്നെ ഊരിപ്പോയി. ഇവിടെ ഒരു ഹോളുണ്ട്, അവിടെയും കൂടി നമുക്ക് ഇട്ട് നോക്കാം. സംസാരിക്കാൻ പാടില്ല ഗൈസ്, സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കേൾക്കും. ഒരെണ്ണം മരിച്ചുകൊണ്ട് പോകണ്ടെന്ന് തോന്നണേ. വെയിറ്റ് ചെയ്യാം ഗൈസ്, നമ്മൾ വെയിറ്റിങ്ങിലാണ്. വല്ല മീൻ കിട്ടണമെങ്കിൽ ഞാൻ പറയാം. ഗൈസ് നമ്മൾ കുറേ നേരമായിട്ട് നോക്കിയിട്ടും ഒന്നും വന്നിട്ടില്ല. അറ്റം വരെ മീനുകൾ ഉണ്ടാവും, എന്തായാലും നല്ല താഴ്ചയുണ്ട്. ഏകദേശം എൻ്റെ ഒരു കാലിൻ്റെ ഈ മുട്ടിൻ്റെ ഈ ഇത്രയും പൊക്കത്തിലെങ്കിലും താഴ്ച ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ പതിയെ സംസാരിക്കുന്നത് മീനുണ്ടെങ്കിൽ അത് ഓടിപ്പോണ്ടെന്ന് വെച്ചിട്ടാണ്. ഒരു അറ്റം വരെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ വളഞ്ഞ് ഇനിയും കുറേ ദൂരത്തിലുണ്ട്. നമ്മുടെ ഇവിടെ ഒരാളും കൂടി വന്നിട്ടുണ്ട്. ഒരു ഹായ് പറഞ്ഞു. ഹായ്. അപ്പോൾ ഗൈസ് ഇവനും ഞാനും കൂടിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലം കുളമുണ്ട്. അപ്പോൾ അവിടെയും കൂടി നോക്കിയൊക്കെ അവിടെ കിട്ടിയില്ലെങ്കിൽ എന്തായാലും. അയ്യോ, അവിടെ കുടുങ്ങി ഗൈസ്, നമ്മളെ ചൂണ്ട അവിടെ കുടുങ്ങി. ഇത് നമ്മൾ ഇടാൻ വേണ്ടി അപ്പുറത്തേക്ക് ഇത് അവിടെ ഇട്ട് ഇടാൻ പോണേ. ഇവിടെ കേട്ടാ ഗൈസ്, തവളകളൊക്കെ ചാടി പോകുന്നുണ്ട്. ഇവിടെ കുറച്ച് സേഫ് അല്ല, പാമ്പുകളൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ്. അതെ, ഈ ചൂണ്ടിടാൻ ഈ കെട്ടുപിടിയാനാണ് പ്രശ്നം. നമ്മൾ ഇതൊന്ന് അവിടെ ഇട്ട് കൊടുക്കാം. അവിടെ മീനുകളൊക്കെ കൊത്തണ ശബ്ദം കേൾക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വൃത്തായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മീനുകൾ പോകണത് നമുക്ക് കാണാം. ഇതിനകത്ത് ചെറിയ ഷ്രിമ്പ് പോലത്തെ ചെമ്മീനൊക്കെ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഞാൻ പിടിച്ച് കാണിക്കാം വേറൊരു ദിവസം.
ഇവിടെ അടിയിൽ നോക്കിയാൽ ചെറിയ മീനുകളൊക്കെ കാണാം. നമ്മളെ അറ്റത്തായിട്ട് നമ്മുടെ ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ട്. ഈ കണ്ട ഇവിടെ നീ കൂലിട്ടിട്ട് പട്ടയുടെ അവിടെ ഇട്ടിട്ട് വെച്ചാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. വെയിറ്റ് ചെയ്യാൻ കുറച്ച് മടിയാ. 12:50 പിന്നെ നമുക്ക് മറ്റേ ചൂണ്ടാണെങ്കിൽ നമുക്ക് അതിനകത്ത് ചെറിയ കുളത്തുണ്ടായി. എൻ്റെ കയ്യിൽ വലിയ കുളത്തായാലും കിട്ടണില്ല. എന്തായാലും നമുക്ക് ഇതിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അധികം നടന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. ഗൈസ് അതുകൊണ്ടോ ചുമന്നൊരു കൂൺ കാണുന്നുണ്ടോയെന്നറിയില്ല. അവിടെ നീക്കുന്നത് കണ്ട് ഗൈസ്, ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് കൂൺ പറക്കല്ലേ കാണിക്കട്ടെ ഗൈസ്. കണ്ട അല്ല റെഡ് കളറായിട്ട് നോക്കുമ്പോൾ എന്തോ ഒരു ചുമപ്പ കളർ കൊടുത്ത് ഇളങ്ങാൻ. അപ്പോൾ ഇടിവെട്ടുമൊക്കെയാണ് കൂൺ വരുന്നതെന്ന് തോന്നണേ ഗൈസ്. ഈ ഒരു ആഫ്രിക്കൻ ഒച്ചിൻ്റെ തോടും നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത് ഡെഡായതാണ്. കണ്ട തിരിഞ്ഞ് കത്തുന്നത്. ഈ കണ്ട ഒരു ആഫ്രിക്കൻ ഒച്ചിൻ്റെ തോടാണ്, ഷെല്ല്. അപ്പോൾ സ്നെയിൽ സംഭവം ചത്തതാണ്. ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ മീൻ അവിടെ വന്നു എന്ന് നോക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് ഗൈസ് നമ്മളവിടെ കുളത്തിൽ ചൂണ്ടിട്ടിട്ട് മീനൊന്നും കിട്ടാണ്ടായപ്പോൾ ഇതിൽ പിടിക്കുക വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ബക്കറ്റ് കൊണ്ട് കോരി വല്ല കുഞ്ഞു മീനുകളെ പിടിക്കാം. അതാ നടക്കൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കോരി നോക്കാം. ഒരുപാട് കുഞ്ഞു വലയും കൊണ്ട് വന്നിരിക്കുകയാണ്. പാമ്പൊന്നും ഉണ്ടാവാതിരിക്കില്ല എന്ന് എനിക്ക് തോന്നണേ. കണ്ടിട്ട് ഇവിടെ എവിടെയോ മീനുകൾ ഓടി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മീനുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ എല്ലാം പോട്ട്. ഓക്കെ, നമുക്ക് ദേഹത്തൊന്ന് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് കമത്തി നോക്കാം. മീനുണ്ടായി ആദ്യം എന്ത് ചെയ്യും? ഒരു കുഞ്ഞ മീനെങ്കിൽ ഗൈസ്, ഒരു കുഞ്ഞിതുണ്ട് ഗൈസ്. ഒരു കുഞ്ഞു മീൻ കണ്ട, ഒരു കുഞ്ഞു മീനാണ് ഗൈസ്. ചാടിപ്പോയി ഗൈസ്. അതിന് നമുക്കെടുത്ത് വെള്ളത്തിലോട്ട് വിടാം. ഓക്കെ, നമ്മൾ ഈ അടുത്ത മീനെ തപ്പാം. ഇനി മീനൊന്നുമില്ല. നമുക്ക് എവിടെയെങ്കിലും അനക്കുള്ള സ്ഥലത്ത് കോരാം. പാമ്പൊന്നും ഉണ്ടാവാതിരിക്കില്ല എന്ന് എനിക്ക് തോന്നണേ. ചെളിയാണ്, എന്തായാലും എനിക്കുണ്ടാകാതില്ല. ഫുള്ള് ചെളിയാ. കുളത്തിൽ കഴുകാം. ഇതിൽ കൂടെ ഒരു മീൻ ചാടി പോയില്ല. നമുക്ക് അപ്പുറത്തേക്ക് ഇട്ടോക്കാം. ഇവിടെ ഞണ്ടിൻ്റെ ഹോളുകൾ കാണാം. ഇവിടെ ഇട്ടോക്കാല്ലേ. താഴ്ചയുണ്ട്. വെള്ളം ക്ലിയർ ആണ്. കൈമൊക്കെ തെറിച്ച് ഇതിലെങ്കിലും ഒരു മീൻ. നോ, ഒരു കുഞ്ഞു മീൻ പോലില്ലല്ലോ. എല്ലാം പോയോ? നമുക്ക് ഇവിടെ തന്നെ കുളത്തിൽ തന്നെ വാ, ആ കുളത്തിൽ നോക്കാം ഗൈസ്. തോട്ടിലൊരു കുഞ്ഞു മീൻ കുഞ്ഞിതുണ്ടായി.
ഒരെണ്ണത്തിന് കിട്ടി. അത് നമ്മൾ റെസ്ക്യൂ ചെയ്ത് അവനെ അവിടേക്ക് തന്നെ വിട്ടു. അപ്പോൾ നമുക്കിനി കുളത്തിൽ വിട്ടുനോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ ഇട്ട് വെച്ചാൽ നമ്മുടെ ചൂണ്ട എന്തായെന്ന് നമുക്ക് ചെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ കുറേ നേരം കഴിഞ്ഞു. ഇപ്പോൾ സമയം ഏകദേശം നോക്കട്ടെ 5:37 ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ചൂണ്ടയിൽ വല്ലതും കൊത്തിയോ നോക്കാം. ഞാൻ പോവാൻ നേരത്ത് 2 എണ്ണം കൊത്തി, പക്ഷേ വലിച്ചപ്പോഴും രക്ഷപ്പെട്ടു. ഇപ്പം എന്തായാലും 6 മണിയാവാറായി. പിന്നെ അധികം നേരം നിൽക്കണത് ഇവിടെ ശരിയല്ല. കാരണം അയ്യോ, ഈ തവള മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് നമ്മുടെ കോല് കൂടി ഇരിക്കുന്നുണ്ട്. ഗൈസ്, നമ്മുടെ മീൻ എന്തായാലും കൊത്തിയിരുന്നു. എന്നിട്ടാ ഇവിടെ പട്ടയുടെ അടിയിലായിരുന്നു. പട്ടയുടെ അടിയിലായിരുന്നു നമ്മുടെ ഈ കുളത്തിൻ്റെ ഫ്ലോട്ട് പോയി കിടന്നത്. ഫ്ലോട്ട് മീൻസ് ഈ സംഭവം പൊന്തി കിടക്കാൻ വേണ്ടി നമ്മളിട്ടത്, അത് പോയി കിടന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പുറത്ത് ഫസ്റ്റ് നമ്മളിട്ട ചൂണ്ടിട്ട ആ വശത്ത് കൂടെ ഒന്നുകൂടി പോയിട്ട് നോക്കിയിട്ട് നമുക്ക് നിർത്താം. എന്നിട്ട് നമുക്ക് മറ്റേ ചൂണ്ട കൊണ്ടുവന്ന് അതിനകത്ത് കുളത്ത് അതിൻ്റെ ഹുക്ക് മാറ്റിയിട്ട് വേറെ ഇട്ട് എല്ലാം കിട്ടുമോ നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. മീൻ പിടിക്കലിൻ്റെ കാര്യം ഇങ്ങനെ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഈ വഴി തന്നെ പോവാം. നേരത്തെ കാണിക്കുന്ന കൂണ് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ നെയ്യ് കൊടുത്ത അവിടെ കുഴിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇതിൻ്റെ ഫ്ലോട്ടിൻ്റെ നീട്ടം ചെറുതായിട്ടൊന്ന് കുറച്ചേക്കാം. ഇത് ഏകദേശം ഇത്രയും പൊന്തി കിടന്നാൽ മതിയാവും. ഇവിടെ അധികം താഴ്ചയില്ല, അതാനും കുളത്തിൽ അത്രയും നമുക്കിത് ഇറക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇത്രയൊക്കെ തന്നെ ധാരാളമാണ്. ഇങ്ങനെ കിടന്നാലും മതി. പിന്നെ ഇതിൻ്റെ അറ്റത്ത് നമുക്ക് തീറ്റ വയ്ക്കാം. തീറ്റ കാലത്തത്തെ എൻ്റെ പോക്കറ്റിലുണ്ടായി, നോക്കട്ടെ. എവിടെയും ഉണ്ടായില്ല, അത് കിട്ടി. ഇത് നമ്മുടെ തീറ്റയൊക്കെ ഉണങ്ങിപ്പോയി, വെള്ളമൊക്കെ അതിൽ നിന്ന് പോയിട്ട്. നമുക്കൊന്ന് നന്നായിട്ട് പരത്തി എടുത്തിട്ട് ഒന്നിട്ട് നോക്കാം. എല്ലാം കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല, എന്നാലും നമുക്ക് ഇട്ട് നോക്കാം. ബാക്കി പീസ് നമുക്ക് അങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. ഒടിക്ക് ഓക്കെ. കിട്ടിയില്ലെങ്കിലും അത് അവിടെ ഇരുന്നോളൂല്ലോ. നമ്മളത് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ പോക്കറ്റിൽ കിടന്ന് പിന്നെ എടുത്ത് കളയാൻ മറക്കും. വലിയ പീസ് തന്നെ വെച്ചേക്കാം. എന്തായാലും കല്ലട പോലത്തെ മീനുകളാണ് ഉണ്ടാവുക, അനാബസ് എന്നൊക്കെ പറയണ ടൈപ്പ് മീനുകളൊക്കെ. അപ്പം അതൊക്കെ ഇത്രയും വലിയ പീസൊക്കെ തിന്നും എന്തായാലും. പിന്നെ ചെറിയ മീനുകളൊക്കെയാണ് തിന്നാൻ സാധ്യത കുറവ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നീട്ടൊന്ന് പതിയൊന്ന് കുറച്ചേക്കാം. ഇങ്ങനെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നീട്ടം കുറഞ്ഞ് കിട്ടും. ഇപ്പം ഏകദേശം മതിയാവും. ഇത്രയും ഇതിന് ഹൈറ്റിൽ പൊന്തി കിടക്കുകയും ചെയ്യും. ഇവിടെ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിനി നേരെ വെള്ളത്തിലേക്കിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങോട്ട് പോണത് റിസ്ക്കാണ്. നമ്മളിത് സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലും കുടുങ്ങിയാലേ പ്രശ്നമുള്ളൂ. വൈകുന്നേരം ആയിട്ടുണ്ട്, പാമ്പുകൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. വലിയ അനക്കൊന്നും കാണുന്നില്ല. നമുക്കിവിടെ നൈസായിട്ട് വെച്ചിട്ട് നീക്കാം. ശബ്ദം ഉണ്ടാക്കാൻ പാടില്ലല്ലോ. ഇതിൻ്റെ അടിയിൽ നോക്കിയാൽ ചൊറിയാമുള്ളുണ്ട്. വെയിറ്റ് ചെയ്യാം. ദൂഹം ശരിയാണെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല. ഇവിടെ ഒരു ചെറിയൊരു തോട് കൂടി ഉണ്ട്, പക്ഷേ ഇതിനകത്ത് മീനുകൾ വരാൻ സാധ്യതയില്ല. വെള്ളം കുറവാണ്. പിന്നെ ചെറിയ വല്ല മീനുകൾ വന്നാലും എന്നാലും വരാൻ സാധ്യതയില്ല.
ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ വെള്ളം വരാറില്ല. എന്തായാലും ഇത് നമുക്ക് പിന്നെ ഇപ്പോൾ ഇവിടെ മീൻ ഇട്ട് കൊടുക്കാം. നിങ്ങൾ വേണമെങ്കിൽ തിന്നോട്ടെ. അടുത്ത പ്രാവശ്യം നമ്മൾ പിടിക്കാൻ വരുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നാലോ. അപ്പോൾ നമുക്കിതും കൂടി ഇട്ട് കൊടുത്തേക്കാം. വെള്ളത്തിൻ്റെ ആ പായലിൻ്റെ മീതെയാണ് വീണത്. കുഴപ്പമില്ല, മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ ഇറങ്ങിക്കോളും. നമ്മുടെ ഇതിൻ്റെ കാര്യം ഇതുവരെ ഒരു അനക്കുണ്ടായില്ല. അപ്പോൾ നമുക്ക് പൊക്കി നോക്കിയിട്ട് അടുത്ത സ്ഥലത്തെങ്ങാനും ഇടാം. ഒരു സ്ഥലത്ത് തന്നെ ഇട്ടുകൊണ്ടിരുന്നാലും കാര്യമില്ല. ഈ ചണ്ടി പോലത്തെ സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ മീനുകളുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ മീൻ പിടിക്കാനാണ് പാട്. ആ ഹോളിലൊക്കെ കയറ്റാൻ വേണ്ടി അതേ നമ്മൾ അവിടെ ഒരു ചെറിയൊരു നീയ ഓട്ടയെക്കൂടെയാണ് കയറ്റാൻ നോക്കണം. കയറ്റിയിട്ടുണ്ട്. ഇതിനൊക്കെ മുട്ടാണ്ട് വെക്കണം. ചൊറിയാമ്പോഴുണ്ട്. ചൊറിഞ്ഞ് നല്ല രസമാകും. വൈകിട്ടായതുകൊണ്ട് നല്ല ചീവീടിൻ്റെ ശബ്ദമുണ്ട്. അറ്റത്ത് അവിടെ കുറേ തോടും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തായിട്ട്. അപ്പോൾ അവിടേക്കൊന്നും നമ്മൾ പോകണില്ല. ഇപ്പം ഇവിടെ പോകാൻ കറക്റ്റ് വഴിയില്ല. ഇല്ലേ പോയായിരുന്നു. ഞാൻ പണ്ടൊക്കെ ആറ്റത്ത് പോയിട്ട് അപ്പുറത്തൊക്കെ പോവാറുണ്ട്. ഇപ്പം വഴിയില്ല. എന്തായാലും മീനുകളില്ല. ഇത്ര നേരമായിട്ട് കാണാത്ത സ്ഥിതിക്ക് എന്തായാലും ഉണ്ടാവില്ല, വലുതായിട്ടുണ്ടാവില്ല. അപ്പം അന്നേരത്താകുമ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് വന്നിട്ട് മറ്റേജ് കൊണ്ടുവച്ച് എങ്ങാനും നൈസായിട്ട് പിടിക്കാം. എന്തായാലും നിർത്തിയാണ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചുമ ശരിയായിട്ടില്ല ഗൈസ്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്കടുത്തൊരു എന്തെങ്കിലും കിടിലും വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ബൈ ഗൈസ്, ബൈ. അപ്പോൾ ഇത് നമുക്ക് അവിടെ എടുത്ത് വയ്ക്കാം. എപ്പോഴെങ്കിലും ചൂണ്ടിടാലോ. ഇത് എന്ന് കിട്ടിയത് പണ്ടെങ്ങാണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ച സംഭവമാണ്. ഇപ്പോഴും കുഴപ്പമില്ല. വേണേന്ന് തൊട്ടാൽ അങ്ങനെ ഒടിയും തോന്നുന്നുണ്ട്. തട്ടിയിട്ട് ഒടിയണില്ല. എന്നാലും ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ഇതുമേന്ന് എന്തായാലും നമ്മുടെ തീറ്റ കളഞ്ഞ് വെച്ചേക്കാം. അല്ലെങ്കിൽ സംഭവം അവിടെ ഇരുന്ന് ദ്രവിച്ചെല്ലാം ഉണങ്ങിപ്പോവും. ഉണങ്ങിപ്പോയാൽ പിന്നെ അതിനെ കളയാൻ നല്ല പാടായിരിക്കും. കണ്ടോ, ഇതിപ്പോൾ കൈയോട് ഊരി കളയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇല്ലെങ്കിൽ ഇതവിടെ ഉണങ്ങിയിരുന്നാൽ പിന്നെ കളയാൻ പാടായിരിക്കും. പിന്നെ വേറെ കുളത്ത് എങ്ങാനും ഇടേണ്ടി വരും. ഈ സംഭവം ഊരി കളഞ്ഞേക്കാം. എന്നിട്ട് നമുക്കിതിവിടെ ഒന്ന് ചുറ്റിയിട്ട് ഇതിൻ്റെ അറ്റത്തെങ്ങാനും കെട്ടിയിടാം. അപ്പോൾ ഇതിങ്ങനെ ചുറ്റി കുറവാണ്. ഈ അറ്റത്തുമ്മയ്ക്കും അതിൻ്റെ നീട്ടം കുറച്ചുണ്ടോ, കണ്ടോ, നീട്ടം കുറഞ്ഞ് നമുക്കിതിവിടെ ഇങ്ങനെ കയറ്റി ബാക്കിലായിട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അവിടെ സെറ്റായിരുന്നോളൂ. അല്ലെങ്കിൽ നമ്മൾ പോണ വഴിക്ക് കാലുമൊക്കെ പിടിച്ച് വലിയും. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും അവിടെ കൊണ്ടെടുത്ത് വയ്ക്കാം. അടുത്തപ്പോഴെങ്കിലും മേശം വരുമ്പോൾ ചൂണ്ടിടാനായിട്ട് ഉപയോഗിക്കാം ഗൈസ്.